മുരിമൂരിൽ ദേശീയപാത അതോറിറ്റിയുടെ വക ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൂടി. ഇന്ന് രാവിലെ 11 മണിക്ക് ആകാശം ഇടിഞ്ഞു വീണെന്ന് കരുതിയവർക്ക് തെറ്റി. വീണത് വെറുമൊരു കോൺക്രീറ്റ് സ്ലാബ് മാത്രമാണ്. 15 അടി ഉയരത്തിൽ നിന്ന് ഒരു സ്ലാബ് താഴേക്ക് വരുമ്പോൾ അത് തലയിൽ വീഴാതെ രക്ഷപ്പെട്ട സർവീസ് റോഡ് യാത്രക്കാർക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അടിപ്പാത നിർമ്മാണത്തിലെ നമ്മുടെ പുത്തൻ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് പണിതാൽ അതിൽ എന്ത് ത്രില്ലാണുള്ളത്? യാത്രക്കാർക്ക് ഒരു അഡ്വഞ്ചർ പാർക്കിൽ പോയ അനുഭവം നൽകാനാണ് അധികൃതർ ശ്രമിക്കുന്നത്. സർവീസ് റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ തൊട്ട് പിന്നിലും മുന്നിലും സ്ലാബ് വീണു ജസ്റ്റ് മിസ്സിൽ ചാവാതെ രക്ഷപ്പെടുമ്പോൾ കിട്ടുന്ന ആ ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. കഴിഞ്ഞ മാസം ചെറന്നരയിൽ പാർശ്വഭിത്തി തകർന്നു വീണപ്പോൾ നമ്മൾ വിചാരിച്ചു അതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന്. എന്നാൽ മുരിമൂരിലെ ഈ സ്ലാബ് വീഴ്ചയുടെ സംശയം മാറി. ഇതൊരു സീരീസ് ആണ്. അടുത്തത് എവിടെ വീഴുമെന്നറിയാൻ നാട്ടുകാർക്ക് ലോട്ടറി എടുക്കാവുന്നതാണ്. സ്ലാബുകൾക്കും ഭിത്തികൾക്കും ഭൂമിയിലോ പില്ലറിലോ പറ്റിപ്പിടിച്ചു നിൽക്കാൻ വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. അവയ്ക്കും സ്വതന്ത്രമായി താഴേക്ക് പറക്കാൻ മോഹം. സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നത് നിഘണ്ടുവിലെ വായനക്കാർക്ക് മാത്രമുള്ള വാക്കാണ്, പണിക്കാർക്കല്ല. റോഡിലൂടെ പോകുന്നവർക്ക് ഹെൽമറ്റിന് പകരം ഇനി കവചിത വാഹനങ്ങൾ വാങ്ങേണ്ടി വരുമോ ആവോ? മുരിങ്ങൂർ പള്ളിയിലേക്ക് തിരിയുന്നവർ പ്രാർത്ഥനയോടെ മാത്രം വണ്ടി ഓടിക്കുക. കാരണം മുകളിൽ നിന്ന് എപ്പോഴാണ് ഒരു അടിപ്പാതയുടെ കഷ്ണം അനുഗ്രഹമായി തലയിൽ വീഴുക എന്ന് പറയാൻ പറ്റില്ല.